Hi, I am Sharath. First of all, welcome to this session. ഈ ഒരു സെഷനിൽ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർ ആണ്. സെക്കൻഡ് സൺസ് ഇൻറ്റീരിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. തേർഡ് ആൻഡ് ഫൈനൽ എന്താ കോൺസ്റ്റലേഷൻ ആണ്. ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർസ് ബിഗിൻ ചെയ്യുന്നത് നെബുലയിൽ നിന്നാണ്. ഈ നെബുല എന്ന് പറയുന്നത് എന്താ വാസ്റ്റ് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസിനെയാണ് നെബുല എന്ന് പറയുന്നത്. ഇത് മേഡപ്പ് ഓഫ് എന്താണ്, അതായത് കമ്പോസ്ഡ് ഓഫ് എന്താണ്, മോസ്റ്റ്ലി അല്ലെങ്കിൽ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ഈ അൺഷേപ്ഡ് ആയിട്ടുള്ള വാസ്റ്റ് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസിൽ നിന്നാണ് സ്റ്റാർസ് ബോൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, ഈ ഒരു നെബുലയാണ് സ്റ്റാർ നഴ്സറീസ് എന്നറിയപ്പെടുന്നത്. ഈ നെബുലയാണ് സ്റ്റാർ നഴ്സറീസ് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് സ്ലോലി ഗ്രാവിറ്റേഷൻ വർക്ക് ആവുകയും അണ്ടർ ദ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിൽ ഇതിൻ്റെ ഡെൻസിറ്റി ആൻഡ് ടെമ്പറേച്ചർ എന്താ ഇൻക്രീസ് ചെയ്യപ്പെടുകയും അങ്ങനെയാണ് ഈ പ്രോട്ടോസ്റ്റാർസ് ഫോം ചെയ്യുന്നത്. ഈ പ്രോട്ടോസ്റ്റാർസിനെയാണ് നമ്മൾ എന്താ ബേബി സ്റ്റാർ എന്ന് പറയുന്നത്. പ്രോട്ടോസ്റ്റാർസിനെയാണ്. അതേസമയം സ്റ്റാർസ് നഴ്സറീസ് എന്ന് പറയുന്നത് എന്താണ്, നെബുലയാണ്. നമ്മളെ സണ്ണിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള നെബുല എന്താ, ഹെലിക്സ് നെബുല. ഹൈമാ സ്റ്റാർസിൻ്റെയും അല്ലെങ്കിൽ ലോമാ സ്റ്റാർസിൻ്റെയും ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ പ്രോട്ടോസ്റ്റാർസിന് ശേഷം ഡിഫറെൻ്റ് ആണ്. അതായത് ലോമാ സ്റ്റാർസ് അല്ലെങ്കിൽ എന്താണ് സൺലൈറ്റ് സ്റ്റാർസിൻ്റെ കേസ് എങ്ങനെയാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്, പ്രോട്ടോസ്റ്റാർസിന് ശേഷം എന്താണ് റെഡ് ജയൻറ്റിലോട്ടും ഈ റെഡ് ജയൻറ്റിന് ശേഷം എന്താണ് പ്ലാനറ്ററി നെബുലയിലോട്ടും അതിനുശേഷം നെക്സ്റ്റ് എന്താണ് വൈറ്റ് ഡ്വാർഫിലോട്ടുമാണ്. അതേസമയം ഹൈമാ സ്റ്റാർസിൻ്റെ കേസ് എങ്ങനെയാണ്, പ്രോട്ടോസ്റ്റാർസിന് ശേഷം, അതായത് ഹൈമാ സ്റ്റാർസ് എന്ന് പറയുന്നത് മാസീവ് സ്റ്റാറാണ്. മാസീവ് സ്റ്റാർസിൻ്റെ കേസ് എങ്ങനെയാണ്, റെഡ് സൂപ്പർ ജയൻറ്റിലോട്ടും റെഡ് സൂപ്പർ ജയൻറ്റിന് ശേഷം എന്താണ് സൂപ്പർനോവ എന്ന എക്സ്പ്ലോഷന് ശേഷം ഈ ആഫ്റ്റർ എന്താണ് ഇത് ഒന്നെങ്കിൽ ഇത് ന്യൂട്രോൺ സ്റ്റാർ ആയിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആയിരിക്കും. ഈ പ്രോട്ടോസ്റ്റാർസിൻ്റെ കോറിൽ അതിൻ്റെ ഡെൻസിറ്റി ആൻഡ് ടെമ്പറേച്ചർ ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ എത്തുമ്പോഴാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റാർട്ടാകുന്നത്. അതായത് അറൗണ്ട് ഒരു 10 മില്യൺ കെൽവിനിലേക്ക് എത്തുമ്പോഴാണ് പ്രോട്ടോസ്റ്റാർസിൻ്റെ കോറിൽ ഒരു 10 മില്യൺ കെൽവിനിലേക്ക് എത്തുമ്പോഴാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റാർട്ടാകുന്നത്. ലോമാ സ്റ്റാർസിൻ്റെ കേസിൽ അല്ലെങ്കിൽ എന്താ സൺലൈറ്റ് സ്റ്റാർസിൻ്റെ കേസിൽ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഫ്യൂഷൻ ചെയിൻ എന്ന് പറയുന്നത് എവിടെ വരെയായിരിക്കും, ഹൈഡ്രജൻ ഫ്യൂസസ് ഇൻറ്റു ഹീലിയമാണ്. ഹീലിയം ഫ്യൂസസ് ഇൻറ്റു കാർബൺ ആണ്. അതായത് ഈ പ്രോട്ടോസ്റ്റാർസിൽ നിന്നും റെഡ് ജയൻറ്റിലോട്ടുള്ള ഈ ഒരു ഫേസിനെയാണ് നമ്മൾ എന്താണ് ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർസിൻ്റെ ലോങ്ങസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ലോമാ സ്റ്റാർസിൻ്റെ കേസിൽ പ്രോട്ടോസ്റ്റാർസിൽ നിന്നും റെഡ് ജയൻറ്റിലോട്ടുള്ള ഈ ഒരു ഫേസിനെയാണ് നമ്മൾ എന്താണ് ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർസിൻ്റെ ലോങ്ങസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിനെ എന്താ പറയുന്നത്, മെയിൻ സീക്വൻസ് സ്റ്റേജിലാണ്. ഈ ഒരു ഫേസിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. ഈ ഒരു ഫേസിനെയാണ് മെയിൻ സീക്വൻസ് ഫേസ് എന്ന് പറയുന്നത്. കറൻ്റ്ലി നമ്മുടെ സൺ ഉണ്ടല്ലോ, ഈ ഒരു ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫേസിൻ്റെ മിഡ് പൊസിഷനിലാണ് സൺ ഇപ്പോൾ ഉള്ളത്. അതായത് 4.5 മില്യൺ ഇയേഴ്സ് ലെഫ്റ്റ് ആണ്. 4.5 മില്യൺ ഇയേഴ്സ് ലെഫ്റ്റ് ആണ്. അതായത് ഇനിയും ഒരു 5 മില്യൺ ഇയേഴ്സ് കൂടെ ന്യൂക്ലിയർ ഫ്യൂഷൻ ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ നമ്മുടെ സണ്ണിൻ്റെ കോറിൽ ഉണ്ട് എന്നതാണ്. അതായത് ഹൈഡ്രജൻ എന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ ഇനിയും ഒരു 5 മില്യൺ
സൺലൈറ്റ് സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ എന്താണ് ലോമാ സ്റ്റാർസിൻ്റെ കോറിൽ ഔട്ട് ഓഫ് ഫ്യൂവൽ ആകുമ്പോൾ, ഔട്ട് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽ ആകുമ്പോൾ, അതായത് എക്സോസ്റ്റഡ് ആകുമ്പോഴാണ് നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള റെഡ് ജയൻറ്റിലോട്ട് എത്തുന്നത്. ഈ റെഡ് ജയൻറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഈ സ്റ്റാർസിൻ്റെ കോർ ഉണ്ടല്ലോ, ഈ സ്റ്റാർസിൻ്റെ കോറ് ഒന്നുകൂടെ കോൺട്രാക്റ്റഡ് ആവുകയും അതേസമയം ഇതിൻ്റെ ഔട്ടർ പാർട്ട്, അതായത് ഔട്ടർ ഭാഗങ്ങൾ എന്താണ് എക്സ്പാൻഡ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ റെഡ് ജയൻറ്റിൽ നിന്നും പ്ലാനറ്ററി നെബുലയിലോട്ട് എത്തുമ്പോഴേക്കും എന്താണ് ഇതിൻ്റെ കോറ് മാത്രം റിമനൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ കോറ് മാത്രം നിലനിൽക്കുകയും ഇതിൻ്റെ എന്താണ് ഔട്ടർ പാർട്സൊക്കെ എന്താണ് എക്സ്പെല്ലിങ് ചെയ്യുകയാണ് ഈ ഒരു പ്ലാനറ്ററി നെബുലയിലോട്ടും. അതേസമയം ഈ ഒരു വൈറ്റ് ഡ്വാർഫിൽ എന്ന ഫേസിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ് ഇതിൻ്റെ ഓൺലി കോറ് മാത്രം റിമൈനിങ് ആയി നിൽക്കുന്ന ഒരു ഫേസിനെയാണ് വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ഈ ഒരു വൈറ്റ് ഡ്വാർഫ് എന്ന ഫേസ് അബൌവ് 10 മില്യൺ അല്ലെങ്കിൽ ഈവൻ 100 മില്യൺ ഇയേഴ്സ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇതിന് ശേഷമാണ് 100 മില്യൺസിന് ശേഷമാണ് നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള ബ്ലാക്ക് ഡ്വാർഫിലേക്ക് പോകുന്നത്. അതായത് നിലവിൽ ബ്ലാക്ക് ഡ്വാർഫ് എന്നത് യൂണിവേഴ്സിൽ ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇത്രയും ഓൾഡായിട്ടുള്ള അതായത് ബ്ലാക്ക് ഡ്വാർഫിലേക്ക് എത്താനായിട്ടുള്ള ഓൾഡർ ആയിട്ടുള്ള ഒരു സ്റ്റാർ നമ്മുടെ യൂണിവേഴ്സിൽ ഇല്ല എന്നതാണ്. അതായത് യൂണിവേഴ്സിൽ ഇപ്പോൾ നിലവിലുള്ളത് 10 മില്യൺ അല്ലെങ്കിൽ 20 മില്യൺ ഇയേഴ്സ് ഓൾഡായിട്ടുള്ള സ്റ്റാർസ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ പ്രോട്ടോ സ്റ്റാർസിൽ നിന്നും റെഡ് ജയൻറ്റിലേക്ക് എത്താനുള്ള ഈ ഒരു ഫേസിനെയാണ് നമ്മൾ സ്റ്റാർസിൻ്റെ ലൈഫ് സൈക്കിളിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുന്നത്. അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ? 2 or more ന്യൂക്ലിയസ് കമ്പൈൻഡ് ടു ഹെവിയർ ന്യൂക്ലിയസ് ആണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ലോമാ സ്റ്റാർസിൻ്റെ കേസിൽ ഹൈഡ്രജൻ ഫ്യൂസസ് ഇൻറ്റു ഹീലിയം ഫ്യൂസസ് ഇൻറ്റു കാർബൺ ആണ്. അപ്പോഴേക്കും ലോമാ സ്റ്റാർസിൻ്റെ കേസിൽ ഔട്ട് ഓഫ് ഫ്യൂവൽ ആവും. ഔട്ട് ഓഫ് ഫ്യൂവൽ ആകുമ്പോൾ സ്റ്റാർസിൻ്റെ കോറിൽ ഔട്ട് ഓഫ് ഫ്യൂവൽ ആകുമ്പോഴുള്ള ഫേസാണ് റെഡ് ജയൻ്റ് ആണ്. അതേസമയം മാസീവ് സ്റ്റാർസ് അല്ലെങ്കിൽ ഹൈമാ സ്റ്റാർസിൻ്റെ കേസ് എങ്ങനെയാണ്? ഹൈമാ സ്റ്റാർസിൻ്റെ കേസ് പ്രോട്ടോ സ്റ്റാർസിൽ നിന്നും റെഡ് സൂപ്പർ ജയൻ്റ് ആണ്. റെഡ് സൂപ്പർ ജയൻ്റ് എന്ന ഫേസിൽ നിന്നാണ് സൂപ്പർ നോവ എന്ന ഫേസിലേക്ക് കടക്കുന്നത്. സൂപ്പർ നോവ എന്ന് പറയുന്നത് സൂപ്പർ നോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് സൺലൈറ്റ് സ്റ്റാർസിൻ്റെ കേസിൽ സൺലൈറ്റ് സ്റ്റാർസാണ്. അല്ലെങ്കിൽ ലോമാ സ്റ്റാർസിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരിക്കലും ഉണ്ടാവുന്നതല്ല. ഹൈമാ സ്റ്റാർസിൻ്റെ കേസിൽ ഈ സൂപ്പർ നോവ എന്ന ഫേസ് ഉണ്ടാകുന്നുള്ളൂ. ഈ ആഫ്റ്റർ സൂപ്പർ നോവ എന്ന ഫേസിൻ്റെ ശേഷം ആഫ്റ്റർ സൂപ്പർ നോവ എക്സ്പ്ലോഷന് ശേഷം എന്ത് സംഭവിക്കും? ഇതിൻ്റെ കോറ് ഒന്നില്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർസ് ആയിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആയിരിക്കും. ഐദർ ന്യൂട്രോൺ സ്റ്റാർ ആയിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആയിരിക്കും. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? അതിൻ്റെ റിമനൻ്റ് ആയിട്ടുള്ള അതിൻ്റെ കോറിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതായത് ലോമാ സ്റ്റാർസിൻ്റെ കേസിൽ ഒന്നുകിൽ ന്യൂട്രോൺ സ്റ്റാർ ആയിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആയിരിക്കും. അതായത് ഈ ഹൈമാ സ്റ്റാർസിൻ്റെ കേസിൽ സൂപ്പർനോവ എന്ന എക്സ്പ്ലോഷന് ശേഷം ഇത് ഐദർ ബ്ലാക്ക് ഹോൾ ആയിരിക്കും അല്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർ ആയിരിക്കും. ഈ ന്യൂട്രോൺ സ്റ്റാർസ് തന്നെ ഒന്നെങ്കിൽ പൾസേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് പൾസേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് മാഗ്നറ്റഡ് ആയിരിക്കും. അതായത് ഇതിൻ്റെ റൊട്ടേഷൻ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇത് പൾസേഴ്സ് ആകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാഗ്നറ്റഡ് ആകുന്നത്. അതായത് ഈ പൾസേഴ്സ് എന്ന് വെച്ചാൽ പൾസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ഇൻ്റർവെല്ലിൽ മില്ലി സെക്കൻഡ് ടു സെക്കൻഡിൽ
പൾസസ് ഓഫ് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നതിനാണ് പൾസേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും ട്രില്യൺ ടൈംസ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉള്ളതിനെയാണ് മാഗ്നെറ്റർ എന്ന് പറയുന്നത്. എന്താ സ്റ്റാർ എന്ന് വെച്ചാൽ എന്താ? സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? ഹോട്ട് ജയൻറ്റ് ബോൾ ഓഫ് ഗ്യാസിനെയാണ് നമ്മൾ സൺ എന്ന് പറയുന്നത്. സൺ എന്ന് പറയുന്നത് എന്താ? ഹോട്ട് ജയൻറ്റ് ബോൾ ഓഫ് ഗ്യാസിനെയാണ്, അതായത് ഡെൻസ് ഗ്യാസിനെയാണ് സൺ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പ്ലാനറ്റ്സിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ എർത്തിനെ പോലെ എന്താണ് ഒരു ഡെൻസായിട്ട് സോളിഡ്, അതായത് നമ്മളുടെ എർത്തിനെ പോലെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒന്ന് അല്ല എന്നതാണ്. സൺ എന്ന് പറയുന്നത് മെയ്ഡപ്പ് ഓഫ് അല്ലെങ്കിൽ കമ്പോസ്ഡ് ഓഫ് മോസ്റ്റ്ലി എന്താണ്? ഹൈഡ്രജൻ ആൻഡ് ഹീലിയമാണ്. ഹൈഡ്രജൻ മേക്സ് എത്രയാണ്? 70% ഹൈഡ്രജനാണ് സണ്ണിൽ. അതേസമയം 28% എന്താ? 28% ഹീലിയമാണ്. അതേസമയം കാർബൺ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ മേക്സ് നൈട്രോജൻ ആൻഡ് ഓക്സിജൻ മേക്സ് 1.5% ആണ്. റെസ്റ്റായിട്ടുള്ള 0.5% എന്താ? നിയോൺ, അയൺ, സിലിക്കൺ, മഗ്നീഷ്യം ആൻഡ് സൾഫേഴ്സ്. ഇതൊക്കെയാണ് എന്താണ് 0.5%ഓളം സണ്ണിലുള്ളത്. സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രത്തിൽ കാണുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഈ സോളാർ സിസ്റ്റത്തിൻ്റെ 99.86%ഓളം എന്താ? സോളാർ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസിൽ സൂര്യൻ എന്ന് പറയുന്നത് 99.86%ഓളം എന്താണ്? സണ്ണാണ്. അതായത് സോളാർ സിസ്റ്റത്തിൽ സണ്ണ് ഒഴികെയുള്ള അതർ ഹീവൻലി ബോഡീസ് ലൈക്ക് പ്ലാനറ്റ്, സാറ്റലൈറ്റ്, മെറ്ററൈറ്റ് ഇതൊക്കെ എന്താണ് ആഡപ്പ് ചെയ്താൽ എന്താ? 0.14% മാത്രമേ ഇത് ഉള്ളൂ. സോളാർ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസിൽ സണ്ണെന്ന് പറയുന്നത് 99.86%ഓളം എന്താണ്? സണ്ണാണ്. അതായത് 1.4 മില്യൺ കിലോമീറ്റേഴ്സ് റേഡിയസിൽ വരുന്നതാണ് സൺ. 1.4 മില്യൺ കിലോമീറ്റേഴ്സ് റേഡിയസിൽ വരുന്ന ഒരു ഹോട്ട് ജയൻറ്റ് ബോളാണ് എന്ത്? സൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാണുന്ന ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ഈ ഒരു പിക്ചറിൽ, ഇത്തരത്തിലുള്ള പിക്ചർ എന്ന് പറയുന്നത് ഓൺലി എന്താണ്? പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. കാരണം നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ നിങ്ങൾക്ക് സണ്ണിനെ കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ എന്താണ്? മറ്റ് പ്ലാനറ്റ്സ് ഒന്നും വിസിബിൾ അല്ല എന്നതാണ്. നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കില്ല. ഈ വലിപ്പത്തിൽ നിങ്ങൾക്ക് സണ്ണിനെ കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ മറ്റുള്ള പ്ലാനറ്റ്സ് ഒന്നും വിസിബിൾ അല്ല. അതായത് സണ്ണിൻ്റെ 100 ടൈംസ് ബിഗറാണ് സൂര്യൻ്റെ എർത്തിൻ്റെ 100 ടൈംസ് ബിഗറാണ് ഈ സൺ എന്ന് പറയുന്നത്. ഈ റൗണ്ട് ചെയ്തേക്കുന്ന ഈ പോയിന്റിൽ ഡോട്ട് പോലെ കാണുന്നില്ലേ? ഈ റൗണ്ട് ചെയ്തേക്കുന്ന ഇതിൻ്റെ ഉള്ളിലായി ഒരു ഡോട്ട് പോലെ കാണുന്നില്ലേ? അതാണ് എന്താണ്? ആക്ച്വലി സണ്ണിൻ്റെ എന്താണ് ഈ ഒരു ഇത്രത്തോളം മാത്രമേ എർത്ത് വരുന്നുള്ളൂ. 8 പ്ലാനറ്റ്സിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് ആയ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്ന ഇത്രയും വലിപ്പമേ ഉള്ളൂ. അതായത് ജൂപ്പിറ്റർ എന്ന് പറയുന്നത് എന്താണ്? 8 പ്ലാനറ്റ്സിൽ ജൂപ്പിറ്റർ ഒഴികെയുള്ള 7 പ്ലാനറ്റ്സ് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മാസിൻ്റെ 2.5 ടൈംസ് ബിഗർ ആയിട്ടുള്ള ജൂപ്പിറ്റർ എന്താണ്? സണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രത്തോളമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കാണുന്ന ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഓൺലി എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. കാരണം എന്താ? നമുക്ക് മനസ്സിലാക്കി തരാൻ മാത്രം. കാരണം ഈ ഒരു വലിപ്പത്തിൽ നിങ്ങൾക്ക് സൂര്യനെ കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതെന്താ? ഈ പ്ലാനറ്റ്സ് ഒന്നും വിസിബിൾ ആയിരിക്കില്ല എന്നതാണ്. അതായത് മറ്റൊരു കാര്യം ഞാനിവിടെ പറഞ്ഞുതരാം. കാരണം ഗ്രീക്ക് വേർഡായി സോളിസ് എന്ന സണ്ണിൻ്റെ ഗ്രീക്ക് വേർഡായിട്ടുള്ള അതിൽ നിന്നാണ് സോളാർ എന്ന്
എന്ന വേർഡ് ഡിറൈവ് ചെയ്യുന്നത്, കോയിൻ ചെയ്യുന്നത്. ഈ അതായത് സൺ എന്ന് പറയുന്നത് എന്താ? സൺ എന്ന് പറയുന്നത് ഒരു ലെയേർഡ് സ്ട്രക്ചറാണ്. സണ്ണിൻ്റെ ഇൻറ്റീരിയറെ നമുക്ക് എന്താ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. 3 ലെയേഴ്സായി ഡിവൈഡ് ചെയ്യുന്നതാണ്. കോറെന്നും കോറാണ്. കോർ ആൻഡ് റേഡിയേറ്റീവ് സോൺ ആൻഡ് കൺവെക്റ്റീവ് സോണാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സണ്ണിൻ്റെ ഇൻറ്റീരിയറെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനർജിയെ ഔട്ട്വേർഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സണ്ണിൻ്റെ ഇൻറ്റീരിയറെ കോറെന്നും റേഡിയേറ്റീവ് സോണെന്നും കൺവെക്റ്റീവ് സോണെന്നും ഡിവൈഡ് ചെയ്തേക്കുന്നത്. കോർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് എവിടെയാണ്? സണ്ണിൻ്റെ കോറിലാണ്. അതേസമയം ഈ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ഇമ്മൻസ് എനർജി റിലീസ് ഔട്ട്വേർഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഈ റേഡിയേറ്റീവ് സോണാണ്. ഈ റേഡിയേറ്റീവ് സോണിൻ്റെ മുകളിലായിട്ട് വരുന്ന ലെയറാണ് കൺവെക്റ്റീവ് സോൺ. അതേപോലെ തന്നെ സണ്ണിൻ്റെ അറ്റ്മോസ്ഫിയറെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫോട്ടോസ്ഫിയർ ആൻഡ് ക്രോമോസ്ഫിയർ ആൻഡ് കൊറോണയാണ്. ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ ആൻഡ് കൊറോണ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ സണ്ണിൻ്റെ അറ്റ്മോസ്ഫിയർ ഇത്തരത്തിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിസിബിലിറ്റിയുടെയും ഡെൻസിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സണ്ണിൻ്റെ അറ്റ്മോസ്ഫിയറെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ വിസിബിൾ പാർട്ടാണ് ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഫോട്ടോസ്ഫിയറിൻ്റെ മുകളിലായിട്ട് വരുന്ന ക്രോമോസ്ഫിയറിനെയും കൊറോണയും വിസിബിൾ അല്ല? എന്തുകൊണ്ടാണ്? സണ്ണിൻ്റെ ബ്രൈറ്റ്നസ് കൊണ്ടാണ്. സൂര്യൻ്റെ ബ്രൈറ്റ്നസ് കൊണ്ടാണ് ഈ ഫോട്ടോസ്ഫിയറിൻ്റെ മേളിൽ കാണുന്ന ക്രോമോസ്ഫിയറും കൊറോണയും വിസിബിൾ അല്ലാത്തത്. അതായത് സണ്ണിൻ്റെ ബ്രൈറ്റ്നസ് കൊണ്ടാണ്. അതേസമയം എപ്പോഴാണ് ഈ ഔട്ടർ മോസ്റ്റ് ലെയറായിട്ടുള്ള കൊറോണയും ക്രോമോസ്ഫിയറിനെ എപ്പോഴാണ് കാണുക? ടോട്ടൽ സോളാർ എക്ലിപ്സ് സമയത്ത് നമുക്ക് ഇവയെ കാണാവുന്നതാണ്. എന്താ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെയാണ്. അതായത് ലുക്ക് ലൈക്ക് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടായിരിക്കുമെന്നാണ്. അതായത് നമുക്ക് അതായത് ഒരു റെക്കഗ്നൈസബിൾ പാറ്റേൺ ഓഫ് സ്റ്റാർസിന്, അതായത് ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അതായത് ലുക്ക് ലൈക്ക് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടായിരിക്കും ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിന്. നമുക്ക് ഇമേജിൻ ചെയ്യാവുന്നതാണ്. ഒരു മിത്തോളജിക്കൽ ഫിഗേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ആനിമൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ ഇതിന് ഇമേജിൻ ചെയ്യാവുന്നതാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺസ്റ്റലേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസ്റ്റലേഷൻസ് ഉണ്ട്. ഈ കോൺസ്റ്റലേഷൻസിൻ്റെ അനദർ നെയിംസ് തരും. എന്നിട്ട് ചോദിക്കും ലൈക്ക് ഹണ്ടർ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്ന കോൺസ്റ്റലേഷൻ ഏതാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും കോൺസ്റ്റലേഷൻസിലെ ബ്രൈറ്റസ്റ്റ് സ്റ്റാർസിൻ്റെ ബീറ്റൽഗീസ് അല്ലെങ്കിൽ റീഗൽ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇത് ഏത് കോൺസ്റ്റലേഷൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് കാണുന്നത്. ഒരുപാട് SSCയുടെ ആയാലും RRBയുടെ ആയാലും കോൺസ്റ്റലേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റലേഷൻസിൻ്റെ നെയിമാണ് ഓറിയോൺ, ഉർസ മേജർ, ഉർസ മൈനർ, കാനിസ് മേജർ, ഹൈഡ്ര എന്നൊക്കെ. ഓറിയോൺ എന്ന് പറയുന്ന കോൺസ്റ്റലേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള 2 സ്റ്റാർസാണ് ബീറ്റൽഗിയസ് ആൻഡ് റീഗലാണ്. ഈ ഒരു സ്റ്റാർ ഓറിയോൺ ആൻഡ് അനദർ നെയിമാണ്, മറ്റൊരു പേരാണ് ഹണ്ടറാണ്. പിന്നെ ഉർസ മൈനറിനെയാണ് ബിഗ് ബിയർ അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഉർസ മൈനറിനെയാണ്. ഈ ഒരു ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 സ്റ്റാർസിനെയാണ്
നമ്മളെ ഇന്ത്യൻ നെയിമായിട്ടുള്ള സപ്തർഷി എന്നൊക്കെ പറയപ്പെടുന്നത്. സപ്തർഷി എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്താ? അതായത് ഇന്ത്യയിൽ സപ്തർഷി എന്നറിയപ്പെടുന്നത് ഉർസ മേജറിനെ ആണ്. ഉർസ മൈനറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ് പോളാരിസ്. അതായത് നാവിഗേഷണൽ പർപ്പസിനൊക്കെ നാവിഗേഷണൽ ടൂളായിട്ടൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് എന്തെന്നാൽ നോർത്ത് പോളാർ സ്റ്റാർ എന്തിൻ്റെ ഭാഗമാണ്? ഉർസ മൈനർ അല്ലെങ്കിൽ ലിറ്റിൽ ബിയർ അല്ലെ ലിറ്റിൽ ഡിപ്പർ എന്ന കോൺസ്റ്റലേഷൻ്റെ ഭാഗമാണ്. മറ്റൊന്നാണ് ഹൈഡ്രയാണ്. ഹൈഡ്രാൻ്റെ മറ്റൊരു നെയിമാണ് സിയാസെപ്പൻ. മറ്റൊന്നാണ് കാനിസ് മേജറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ് സിറിസ് എന്ന് പറയുന്നത് എന്താ? സിറിസ് എന്ന് പറയുന്നത് നൈറ്റ് സ്കൈയിലെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ്. ഇതിനെയാണ് ഡോഗ് സ്റ്റാർ എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഡോഗ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന സ്റ്റാർ എന്താണ്? സിറിസ് ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.